ജമ്മു കാശ്മീരിലെ വടക്കൻ ഹിമാലയൻ മലനിരകളിൽ ശൈത്യകാലം കനക്കുകയാണ്. നിയന്ത്രണ രേഖയായ LOC സാധാരണമായി ശാന്തമാകുന്ന, മഞ്ഞുമൂടി മലമ്പാതകൾ അടഞ്ഞു പോകുന്ന, സൈനിക നീക്കങ്ങൾ മന്ദഗതിയിലാകുന്ന ഒരു സമയമാണിപ്പോൾ. പക്ഷെ ഈ വർഷം നിയന്ത്രണ രേഖ അസ്വസ്ഥമാണ്. നിയന്ത്രണ രേഖ നിശബ്ദമാകുന്ന പതിവ് തെറ്റിച്ച് പാകിസ്ഥാൻ പിന്തുണയുള്ള തീവ്രവാദ ഗ്രൂപ്പുകൾ നുഴഞ്ഞുകയറ്റ ശ്രമങ്ങൾ സജീവമാക്കിയതായി അതിർത്തി സുരക്ഷാ സേന BSF സ്ഥിരീകരിച്ചു. BSF ഡയറക്ടർ ജനറൽ നിതിൻ അഗർവാൾ നൽകിയ വിവരങ്ങൾ പ്രകാരം ഓപ്പറേഷൻ സിന്ദൂർ വഴി ചില ലോഞ്ച് പാഡുകൾ തകർത്തെങ്കിലും നിയന്ത്രണ രേഖയ്ക്ക് സമീപം പാകിസ്ഥാൻ കേന്ദ്രീകരിച്ചിട്ടുള്ള തീവ്രവാദ ലോഞ്ച് പാഡുകൾ ഇപ്പോഴും അവിടെ പ്രവർത്തനക്ഷമമാണ്. അതിശൈത്യം തുടങ്ങുന്നതിന് മുമ്പ് തീവ്രവാദികളെ ഇന്ത്യയിലേക്ക് കടത്തിവിടാനാണ് പാകിസ്ഥാൻ ശ്രമിക്കുന്നതെന്ന് BSF ഇൻസ്പെക്ടർ ജനറൽ അശോക് യാദവ് അറിയിച്ചു. മഞ്ഞുവീഴ്ച കാരണമുള്ള കുറഞ്ഞ ദൃശ്യപരതയെ മറികടക്കാൻ ആധുനിക നിരീക്ഷണ സംവിധാനങ്ങൾ ഉപയോഗിച്ച് എല്ലാ ദുർബലമായ പാച്ചുകളും നിരീക്ഷിച്ച് നുഴഞ്ഞുകയറ്റ ശ്രമങ്ങൾ തടയുകയാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. കാലാവസ്ഥയിലെ ചെറിയ മാറ്റങ്ങളും താരതമ്യേന കുറഞ്ഞ ഉപയോഗത്തിലുള്ള വനപാതകളും വഴി തീവ്രവാദികൾ അതിർത്തി കടക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നും ഇതിന് പുറമെ ഡ്രോൺ വഴി ആയുധങ്ങൾ ഉൾപ്പെടെയുള്ള സാമഗ്രികൾ അതിർത്തിക്കപ്പുറത്ത് നിന്ന് കടത്തുന്നുണ്ടെന്നും BSF മുന്നറിയിപ്പ് നൽകുന്നു. നിയന്ത്രണ രേഖയിൽ മാത്രമല്ല, പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന പഞ്ചാബിലും സ്ഥിതി ഗുരുതരമാണ്. 553 കിലോമീറ്റർ നീളമുള്ള പഞ്ചാബ് അതിർത്തിയുടെ ചുമതലയിലുള്ള BSF ഇൻസ്പെക്ടർ ജനറൽ അതുൽ ഹുൽസലയുടെ വെളിപ്പെടുത്തൽ പ്രകാരം ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഡ്രോൺ ഉപയോഗിച്ചുള്ള ആയുധക്കടത്ത് കുത്തനെ വർദ്ധിച്ചു. ഈ വർഷം BSF പഞ്ചാബ് പിടികൂടിയതിന്റെ കണക്കുകൾ ഭീഷണിയുടെ ആഴം വ്യക്തമാക്കുന്നു. 200-ലധികം ആയുധങ്ങൾ, പിസ്റ്റളുകൾ, AK-47 ഉൾപ്പെടെ 265 മാഗസീനുകൾ, 3625 വെടിയുണ്ടകൾ, 10 കിലോ സ്ഫോടക വസ്തുക്കളും 12 ഗ്രനേഡുകളും, 368 കിലോ ഹീറോയിൻ, 19,033 കിലോ മെത്തഫെറ്റമൈൻ, 14 കിലോ കറുപ്പ്, 272 ഡ്രോണുകൾ പിടിച്ചെടുത്തു. 251 ഇന്ത്യൻ പ്രതികൾ, 18 പാകിസ്ഥാൻ പൗരന്മാർ, 3 ബംഗ്ലാദേശികൾ, 4 നേപ്പാളികൾ എന്നിവരടക്കം മൊത്തം 276 പേർ അറസ്റ്റിലായി. 3 പാക് നുഴഞ്ഞുകയറ്റക്കാരെ സേന വധിച്ചു. മുമ്പ് ശൈത്യകാലം സ്വാഭാവികമായി നുഴഞ്ഞുകയറ്റ വഴികൾ അടച്ചിരുന്നുവെങ്കിൽ സമീപ വർഷങ്ങളിൽ തീവ്രവാദികൾ പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ഇതിനെ മറികടക്കാൻ ശ്രമിക്കുകയാണ്. രഹസ്യാന്വേഷണ ഡ്രോണുകൾ, അതിവേഗ ആയുധ വിതരണം, പാകിസ്ഥാൻ പിന്തുണയുള്ള ലോജിസ്റ്റിക്സ് എന്നിവ ഉപയോഗിച്ച് കഠിനമായ കാലാവസ്ഥയിലും ഭീകര പ്രവർത്തനങ്ങൾ നിലനിർത്താൻ അവർ ശ്രമിക്കുന്നുണ്ട്. രാജ്പൂരി, പൂഞ്ച് പോലുള്ള മേഖലകളിൽ അടുത്ത കാലത്തുണ്ടായ ആക്രമണങ്ങൾ മഞ്ഞുവീഴ്ച ഇനി സുരക്ഷ ഉറപ്പുവരുത്തുന്നില്ല എന്നതിന്റെ ഒരു സൂചനയാണ്. പഴയ ഭീഷണി കൂടുതൽ സാങ്കേതിക പിന്തുണയുടെ രൂപത്തിൽ മടങ്ങി വരുമ്പോൾ കാശ്മീരിലെ മലനിരകൾ മുതൽ പഞ്ചാബിലെ സമതലങ്ങൾ വരെ അതിർത്തിയുടെ ഓരോ ഇഞ്ചും മുമ്പത്തെക്കാൾ കർശനമായ നിരീക്ഷണത്തിലാണെന്ന് BSF ഉറപ്പു നൽകുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.